Hello friends, Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ട് ഇൻസ്റ്റന്റ് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഒരു പ്രഷർ കുക്കറിലോട്ട് 4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കൂടുതൽ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ക്യാരറ്റിന്റെ അകത്ത് തന്നെ ആവശ്യത്തിന് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ കവർ ചെയ്ത് വിസിലിട്ടിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 3 വിസിൽ വരുന്ന വരെ മൂടി വയ്ക്കാം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ റിലീസ് ആവാൻ വേണ്ടി തണുത്താൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ബൗളിലോട്ട് 2 കപ്പ് പാൽപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നെയ്യ് ഉരുക്കിയതിന് ശേഷം 1/2 കപ്പ് മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ തണുത്താനെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാകും. ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഘീയിലും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ പേസ്റ്റ് പോലെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം വെള്ളാംശമൊക്കെ അങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോൾ ഈ വെള്ളാംശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. അതിനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ മൂടി വയ്ക്കാം. ഒരു 8 മിനിറ്റോളം നമുക്ക് മൂടി വയ്ക്കാം. ഈ 8 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ചേർത്തത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അങ്ങനെ 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചാണ്. 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. 4 മിനിറ്റോളം മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാര ഉരുകി വരുന്ന ആ ഒരു വെള്ളാംശം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ 4 മിനിറ്റോളം ഇളക്കിയെടുക്കുന്നത്. നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഈ സമയത്ത് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശരിക്കും ക്യാരറ്റ് ഹൽവയുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിസ്റ്റയാണ്. അപ്പോൾ ചോപ്പ് ചെയ്ത പിസ്റ്റ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ്റ്റ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ആണ് ചോപ്പ് ചെയ്തത് ചേർക്കുന്നത്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 1-2 ഡ്രോപ്പ് റോസ് എസൻസ് ചേർക്കുവാണ്. റോസ് എസൻസ് ഒരുപാട് കൂടരുത്, ജസ്റ്റ് ഒരു 2 തുള്ളി ചേർത്താൽ മതി കേട്ടോ. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഹൽവ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത്യാവശ്യം സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ അവസാനമായിട്ട് ഈ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് സമയം ഇട്ട് ഇളക്കേണ്ട, ഒരു ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്ന പോലെ ഒത്തിരി നേരിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.